ഞങ്ങളുടെ മരുമോ എനിക്ക് ചൂലില്ലെന്ന് പറഞ്ഞപ്പോൾ തെങ്ങേ കയറി ഓല വെട്ടി ഇട്ട്. അപ്പോഴും ഞാൻ ഓല എടുത്തുകൊണ്ട് വന്ന് കയറി ചൂല് ഉണ്ടാക്കാൻ പോവുക. ഇങ്ങനെ ഓല വെട്ടി പീസാക്കി ഇട്ടിട്ട് ഞാൻ ഇത് ഇറക്കി ചൂലുണ്ടാക്കാൻ പോവുക. ഇത് ഇങ്ങനെ ഒരു ഓല എടുക്കുക, ഇങ്ങനെ കീറി ഇരിഞ്ഞെടുക്കണം. ഇങ്ങനെ ഇളക്കിയെടുത്ത് പിന്നെ ഇങ്ങനെ ചെയ്യുവാണ്. ഇങ്ങനെ കീറി കണ്ട. എന്നിട്ട് മുറ്റം അടിക്കാൻ ആരും എല്ലാവരും മേടിക്കത്തല്ലേ ഉള്ളൂ ചൂല്. ഉണക്ക ഓല കൊണ്ട് മാത്രമല്ല നമുക്ക് പച്ച ഓല കൊണ്ട് ചൂലുണ്ടാക്കാം. അതിൻ്റെ വീട്ടിലുമല്ല. ഇന്നത്തെ ഫ്രിഡ്ജിന് പകരം നമ്മുടെ വീടുകളിൽ എല്ലാം സൂക്ഷിച്ച് വെക്കാനായിട്ട് ഈ പച്ച ഓല കൊണ്ട് ഉറി തെറ്റും. 3 കാല് 4 കാല് വെച്ച് ഉറി തെറ്റിക്കെട്ടി കയറ് വരിഞ്ഞ് നമ്മുടെ വീട് അടുക്കളയുടെ ഭാഗങ്ങളിൽ കെട്ടി തൂക്കും. അതിലാണ് നമ്മൾ ആഹാര സാധനങ്ങളും ബാക്കി വരുന്ന പിന്നെ സൂക്ഷിച്ച് വെക്കേണ്ടുന്ന സാധനങ്ങളൊക്കെ വെക്കും. അല്ലെങ്കിൽ പൂച്ച ഒക്കെ കയറി തിന്നും. പണ്ട് ഇതുപോലൊന്നും നല്ല വീടുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഓരോ ഉപകരണങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ടാണ് നമ്മൾ എല്ലാം സൂക്ഷിച്ച് വെക്കുന്നത്. ഇപ്പോഴാണ് ഫ്രിഡ്ജും അലുമാരിയൊക്കെ ആയത്. പണ്ട് അങ്ങനെ അലുമാരിയും ഫ്രിഡ്ജും ഒന്നുമില്ല. എല്ലാം ഇപ്പം നമ്മൾ ചന്തയിൽ പോകുമ്പോഴേ മീൻ കവറിനകത്ത് കിട്ടും. അന്ന് പാള മേടിക്കണം. പാളയിലാണ് മീൻ മേടിച്ചത്. അയ്യോ ഒരു പിടി തീർക്കില്ല ഒരു ചൂല്. അത് ഇനി കെട്ടണം. അതിങ്ങനെ ഈ വള്ളി കൊണ്ട് പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് വെച്ചാൽ നമുക്ക് ഒരു വർഷത്തോളം മുറ്റം തൂക്കാം. ഇത് വില കൊടുത്ത് നമ്മൾ മേടിക്കാൻ ചെന്നാൽ 70 രൂപ ഇവിടെ ഇപ്പം.